അപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്ന് ഈ ഫോൺ വന്നു അതിനുശേഷം നാശമാണ്. കൊച്ചു പിള്ളേർ വരെ അങ്ങ് ചീത്തയായി. ജനിച്ച കൊച്ചിന്റെ കരയാതിരിക്കുന്നതിൽ കൊടുക്കുന്ന ആദ്യം പഠിച്ചു വെച്ചിരിക്കുക. പുതിയ തലമുറയിൽപ്പെട്ട സിനിമയിലൊക്കെ മേഡം അഭിനയിക്കുന്നുണ്ടല്ലോ, പിന്നെ അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? ഷൈൻ ടോമിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് 12 വിനായകൻ എന്റെ മക്കളായിട്ട്. ഒരു കുഴപ്പമില്ല. ലഹരി ഉപയോഗം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അല്ല, ഷൈൻ ടോമിന്റെ കാര്യമാണ്. നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും, ബസ് വരും. അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല, നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കാ നഷ്ടം വരിക? ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ, കിടക്കുവോ, വരുമോ, ഇവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും. അവരുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. അതിന് ബാക്കിയുള്ളവരെ അതിൻ്റേതായ പ്രാധാന്യത്തോടെ തള്ളിക്കളയുക. അതിന് ആവശ്യമുള്ള പ്രാധാന്യം കൊടുത്താൽ മതി. കൂടുതൽ വന്നത് പണ്ട് വല്ല കള്ളം കുടിച്ചോണ്ടാരെങ്കിലും, പക്ഷെ നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പണ്ട് മുറുക്കാനായിരിക്കും അല്ലേ? നീ ആ സമയം അല്ല അങ്ങനെ വരാറില്ല. സെറ്റിൽ അങ്ങനെ ആരും കുടിച്ചോണ്ട് വരാറില്ല. ഞങ്ങളൊക്കെ പ്രേംനസീർ പറയുന്നതുപോലെ അനുസരിച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. നല്ല കുട്ടികളാണ്. സാറിന്റെ ആത്മാർത്ഥത സംശയിച്ച സ്ഥിതിക്ക് ഞാൻ കുടിക്കണതിൽ കാര്യമില്ലല്ലോ, ഞാൻ പോട്ടെ. എല്ലാവരും കൂടെ വെളിയിരുന്ന് സന്തോഷമായിട്ട് അങ്ങനെ ജീവിച്ചു പോയ ആ ഒരു കാലമാണ്. അതൊരു കൂട്ടായ്മയാണ്. അപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്ന് ഈ ഫോൺ വന്നു അതിനുശേഷം നാശമാണ്. കൊച്ചു പിള്ളേർ വരെ അങ്ങ് ചീത്തയായി. ജനിച്ച കൊച്ചിന്റെ കരയാതിരിക്കുന്നതിൽ കൊടുക്കുന്ന ആദ്യം. അവർക്കിതൊക്കെ അറിയാം. എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. പുതിയ തലമുറയിൽപ്പെട്ട സിനിമയിലൊക്കെ മേഡം അഭിനയിക്കുന്നുണ്ടല്ലോ, പിന്നെ അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? ഷൈൻ ടോമിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് 12 ആവശ്യമില്ലാതെ ഷൈൻ ചെയ്തത് കേട്ടോ. വിനായകൻ എന്റെ മക്കളായിട്ട്. ഒരു കുഴപ്പമില്ല. അതല്ല ഉദ്ദേശം. ഞാൻ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് പുള്ളിക്കാരനെ കുറിച്ച് പറയുന്നതിൽ എന്തെങ്കിലും സത്യം? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നിങ്ങൾ അപ്പം പറ. എന്തിനീ പരാതിയായിട്ട് കിടക്കുന്നേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെ എന്തെങ്കിലും ഒരാളെന്തെങ്കിലും ഒറ്റയടി കൊടുക്കുക. അത് തീർന്നു. ചോദ്യം കഴിഞ്ഞു, ഉത്തരവ് കഴിഞ്ഞു. പക്ഷെ ലഹരി ഉപയോഗം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അല്ല, ഷൈൻ ടോമിന്റെ കാര്യമാണ്. അതില് മേഡത്തിന് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. വെറുതെ അല്ല ആളുകൾ നക്സലൈറ്റ് ആയി പോകുന്നത്. എങ്ങനെയായിരുന്നു മേഡത്തിനോട് സമീപനം? എന്റെ കൂടെ അഭിനയിച്ചപ്പോ വിനായകനായാലും പിന്നെ അതെ ഷൈനായാലും വളരെ കാര്യമായിട്ടായിരുന്നു. വളരെ കാര്യമായിട്ട് നല്ല സംസാരമൊക്കെ ആയിരുന്നു. ഒന്നുമില്ല. പിന്നെ ഞാൻ പ്രായമായോണ്ട് എനിക്കറിയാം കേട്ടോ. അവർക്ക് കണ്ണും ചെവിയൊന്നും കേൾക്കാൻ പറ്റില്ല. എല്ലാം മുതുക്ക് കിളവികളല്ലേ. അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുള്ളൂ. അതെ, പക്ഷെ എന്നാലും ഞാൻ പറയാം, ഒരു അമ്മയോടുള്ള എങ്ങനെയാ പെരുമാറ്റം കുറ്റം പറയാൻ പാടില്ല. കൂടെ അഭിനയിക്കുന്നവരുടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഒന്ന് ഒക്കെ പറഞ്ഞാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. ഇതൊരു വലിയ ഇഷ്യൂ ആക്കാൻ നടക്കും. കാര്യം പറഞ്ഞു മനസ്സിലാക്കണം. എനിക്ക് പറഞ്ഞാലും മനസ്സിലാവാത്തതാണെങ്കിൽ ചിലപ്പോ എന്തായാലും വരാനുള്ളത് വഴി തങ്ങുന്നില്ലല്ലോ. കാരണം ഈ ഷൈൻ ടോം ചിലപ്പോ പണ്ടും ലഹരി കേസില് ജയിലായിട്ടുള്ളതായിരുന്നു. വീണ്ടും ഇവിടെ വന്ന സമയത്ത് സിനിമയിലെ അവസരങ്ങളൊക്കെ എങ്ങനെ ഒരു പെരുമാറ്റം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. ആരും കേട്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളും വലിയ ഇഷ്യൂ ആക്കാതെ നമ്മുടെ കഴിയുമ്പോൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. എന്നറിയോ, മീഡിയ എന്നൊക്കെ പറയുമ്പോൾ എന്നറിയോ, ചെറിയൊരു കാര്യം വെച്ച് അതൊരു വലിയ ഇഷ്യൂ ആവും. ഇതിനെ അങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ കേട്ടില്ലെങ്കിൽ മാത്രമേ നമ്മളൊരു പരാതിക്ക് പോകാവൂ. ഇതെന്തും മറിമായും ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മനസ്സിലായി. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ കുട്ടി വേറെ ആരോടോ ഒന്ന് പറഞ്ഞതായിരിക്കും, അവരാരോ ഇട്ടതായിരിക്കും. അതെ, പറഞ്ഞതുപോലെ ചെയ്യാവൂ. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയി എന്തിന്? അതാണ്. അത് പിന്നെ ഇനിയിപ്പം പല പടങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമല്ലോ. ഇനി നിനക്ക് പടമൊന്നും കിട്ടത്തില്ല, അതൊരു ടെൻഷൻ വേറെ. പന്ന പരട്ട പന്നി മേല നിന്നെ പരിസരത്ത് കണ്ടുപോരുത്. കണ്ടതിന്റെ സ്വഭാവം
സിനിമയിലും ഒക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യോ അത് ഞാൻ അറിഞ്ഞു. ഹൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി, അങ്ങനെയൊക്കെ എന്താ പടാ എന്ന് പറഞ്ഞാൽ പോരെ. ആകെപ്പാടെ ഒരു കള ലക്ഷണം ഉണ്ടായിരുന്നു അവന്റെ മുഖത്ത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ. അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ മേഖലയിലൊന്നും നിലനിൽക്കാനേ പറ്റത്തില്ല. നിങ്ങൾ ഈ പ്രായത്തിൽ ഇത് എന്ത് കൽപ്പിച്ച? കാരണം നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും, ബസ് വരും. അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല, നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കാ നഷ്ടം വരിക? കാര്യമായിട്ട് പറയണം. കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ, കിടക്കുവോ, വരുമോ, ഇവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും. എന്തു പറയുന്നു? ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചിട്ട് പറയാം. അത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇരിക്കും. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. താൻ ജോലി എന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ? ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പ്രതികരിക്കാതെ അവസാനിപ്പിക്കാൻ പ്രതികരിക്കുന്നതിന് ഒരു കളി തമാശയായിട്ടും വഴക്കല്ലാതെ ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതൊരു സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഈ എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത്. അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു. അതാണ് റിയാലിറ്റി. അതാണ് റിയാലിറ്റി. നമ്മൾ പഠിക്കണം. എന്താടോ എന്ന് ചോദിക്കാം, അത് ചോദിച്ച് അല്ലെങ്കിൽ തമാശ വെറുതെ അങ്ങനെ എപ്പോഴും എല്ലാ സമയത്തും അത് പോസിബിൾ ആവണമെന്നില്ല. പക്ഷെ ചില സമയത്തെങ്കിലും അതിനെ വലിയൊരു വിഷയമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അയ്യോ ഞാൻ ഭയങ്കര ഇൻറ്റിമിഡേറ്റഡ് ആണ്, എനിക്ക് ഭയങ്കര ഞാൻ എങ്ങനെ ജോലി എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യാണെന്നുള്ള മോഡിലോട്ട് നമ്മൾ പോകും. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഇങ്ങനെയുള്ളതെല്ലാം റിയാലിറ്റിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നേ നമ്മൾ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവരെ തോപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇനിയൊട്ടും ഉണ്ടാവുകയും ചെയ്യും. കള്ള കഴുതയുടെ മോനെ നിന്റെ ആരെങ്കിലും ആണോടി ഇത്? ഇതൊന്നും ശരിയായതിനു ശേഷം നമ്മൾ വന്ന് ഒരു മേഖലയിൽ നിന്നും നന്നാവാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. നമ്മളുടെ ഫോക്കസ് എന്താണ്? നമുക്ക് നമ്മുടെ ജോലി ചെയ്യണം. അതിന് ബാക്കിയുള്ളവരെ അതിൻ്റേതായ പ്രാധാന്യത്തോടെ തള്ളിക്കളയുക. അതിനാവശ്യമുള്ള പ്രാധാന്യം കൊടുത്താൽ മതി, അതിനപ്പുറം ഒരു പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ ക്ഷമിക്കും, ഇനിയും ചോദിക്കും. ഞങ്ങൾ ഒരു നാണോ മാനോ ഇല്ലാത്ത വർക്കാ.